സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതീഷ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേരാൻ പോവുകയാണ്. ഇന്നലെ എത്തിയ ഭക്തരുടെ കണക്ക് എങ്ങനെയാണ്? രാവിലത്തെ സന്നിധാനത്തു നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ് MG പ്രതീഷ്? റിജിത്ത, ഇന്നലെ പൊതുവെ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കുറവായിരുന്നു. 87,585 തീർത്ഥാടകരാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയത്. 5000-ഓളം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി. അതുൾപ്പെടെയുള്ള കണക്കാണ് 87,000. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് ശബരിമലയിൽ രാവിലെ മുതൽ വലിയ തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഫ്ലൈ ഓവറിന്റെ തുടക്കത്തിൽ ഉൾപ്പെടെ തീർത്ഥാടകരുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലൊരു തിരക്കാണ് രാവിലെ പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ തീർത്ഥാടകരുടെ തിരക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം അനുവദിക്കും. ഈ സന്നിധാനത്തെ തിരക്ക് കൂടി പരിഗണിച്ചാണ് ഈ കൂടുതൽ പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് എത്താത്ത തീർത്ഥാടകരുടെ സ്ലോട്ടുകൾ സ്പോട്ട് ബുക്കിംഗിലേക്ക് മാറ്റും. അങ്ങനെ കൂടുതൽ തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാനുള്ള ക്രമീകരണമാണ് ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിരിക്കുന്നത്. ഈ വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഈ ആദ്യഘട്ടങ്ങളിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതൽ എത്തിയതെങ്കിൽ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവും കഴിഞ്ഞ 2 ദിവസമായി കൂടിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഒരു തിരക്കിലേക്ക് ശബരിമല പോകുന്നുണ്ട്. പക്ഷേ ഈ തിരക്ക് കൂടുന്നുണ്ടെങ്കിൽ കൂടിയും അത് കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കൃത്യമായ ഒരു വിലയിരുത്തൽ, അവലോകനം ഉൾപ്പെടെ ഇക്കാര്യത്തിലുണ്ട്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ഇന്ന് സന്നിധാനത്ത് എത്തുന്നുണ്ട്. സന്നിധാനത്ത് എത്തുന്നതിന് മുമ്പായി അദ്ദേഹം എരുമേലിയിൽ സന്ദർശനം നടത്തും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എരുമേലിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. ശബരിമലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഇടത്താവളം, അല്ലെങ്കിൽ എത്തുന്നതിന് മുമ്പ് നിരവധി തീർത്ഥാടകർ സന്ദർശനം നടത്തുന്ന ഒരിടം കൂടിയാണ് എരുമേലി. എരുമേലിയിൽ സ്പോട്ട് ബുക്കിംഗിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരുക്കങ്ങൾ ആയിരിക്കും പ്രധാനമായും അദ്ദേഹം വിലയിരുത്തുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി K. ജയകുമാർ സന്നിധാനത്തെത്തി ഇവിടത്തെ ഒരുക്കങ്ങൾ കൂടി, ഒപ്പം നിയന്ത്രണങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ പൂർത്തിയായോ എന്ന കാര്യവും വിലയിരുത്തും. രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.